ചില നേരങ്ങളിൽ നാം ഒറ്റപ്പെട്ടു പോകാറുണ്ട്. പ്രിയപ്പെട്ടവർ കൂടെയുള്ളപ്പോഴും മനസ്സ് വിങ്ങിപ്പൊട്ടുന്ന നിമിഷങ്ങൾ. നമ്മുടെ ഉള്ളിലെ സങ്കടം ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയാൻ ആഗ്രഹിക്കുമ്പോഴും നമ്മെ ആര് മനസ്സിലാക്കും എന്ന ഭയം നമ്മെ തടയുന്നു. ആരെയും ബോധിപ്പിക്കാൻ കഴിയാത്ത, വാക്കുകൾ കിട്ടാത്ത ആ അവസ്ഥയിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തളരാൻ പാടില്ല. കാരണം നിങ്ങൾ പറയുന്നതിന് മുമ്പേ നിങ്ങളുടെ ഹൃദയതാളം കേൾക്കുന്ന ഒരാളുണ്ട്, അല്ലാഹു. നമ്മുടെ കണ്ണിൽ നിന്ന് വീഴുന്ന ഓരോ തുള്ളി കണ്ണുനീരും അവൻ അറിയുന്നുണ്ട്. ലോകം മുഴുവൻ നമ്മെ കുറ്റപ്പെടുത്തിയാലും, നീ പരാജയപ്പെട്ടവനാണ് എന്ന് വിധിയെഴുതിയാലും അല്ലാഹുവിൻ്റെ വാതിൽ നിങ്ങൾക്കായി തുറന്നു തന്നെ കിടക്കുന്നു. നാം ചോദിക്കുന്നത് വൈകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൻ നമ്മെ കേൾക്കുന്നില്ല എന്നല്ല, മറിച്ച് നമ്മുടെ കൈകൾ കൂടുതൽ ഉയരുന്നത് കാണാൻ അവൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. ഏറ്റവും നല്ലത് നിനക്ക് നൽകാൻ അവൻ കാത്തിരിക്കുകയാണ്. മനുഷ്യരോട് നാം ഒരേ കാര്യം വീണ്ടും വീണ്ടും ചോദിച്ചാൽ അവർക്ക് നമ്മളോട് വെറുപ്പ് തോന്നും. എന്നാൽ അല്ലാഹു അങ്ങനെയല്ല. എത്രത്തോളം നാം അവനോട് ചോദിക്കുന്നുവോ അത്രത്തോളം അവൻ നമ്മെ സ്നേഹിക്കും. എൻ്റെ റബ്ബേ, എനിക്ക് നീ അല്ലാതെ ആരുമില്ല എന്ന് ഒരു അടിമ വിതുമ്പിക്കൊണ്ട് പറയുമ്പോൾ അല്ലാഹു മലക്കുകളോട് ചോദിക്കുമത്രേ, നോക്കൂ, എൻ്റെ അടിമ എന്നോട് കരഞ്ഞു ചോദിക്കുന്നു. അവന് ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ നിമിഷം അല്ലാഹു നൽകുന്ന ആശ്വാസത്തിന് പകരം വയ്ക്കാൻ ഈ ദുനിയാവിൽ മറ്റൊന്നുമില്ല. അതുകൊണ്ട് സങ്കടങ്ങൾ ഹൃദയത്തിൽ പൂഴ്ത്തി വെക്കരുത്. രാത്രിയുടെ നിശബ്ദതയിൽ ആരും കാണാതെ ആ പടച്ചവൻ്റെ മുൻപിൽ കൈകൾ ഉയർത്തുക. നിങ്ങളെ ആശ്വസിപ്പിക്കാൻ അവനുണ്ടാകും. ആ പ്രാർത്ഥനകൾ ഒരിക്കലും പാഴാവില്ല. ഇന്നല്ലെങ്കിൽ നാളെ, അതല്ലെങ്കിൽ പരലോകത്ത് അതിനുള്ള മറുപടി നിങ്ങളെ തേടി വരും. നിശ്ചയം അല്ലാഹു പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണ്. നമ്മുടെ എല്ലാവരുടെയും സങ്കടങ്ങൾ അല്ലാഹു മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.